ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചത് മുതൽ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ നോക്കിക്കണ്ട മത്സരാർത്ഥിയായിരുന്നു സോഷ്യൽ മീഡിയ വൈറൽ താരം രേണു സുധി. തനിക്ക് ഷോയിൽ നിന്നും പുറത്തു പോകണമെന്ന് ആവർത്തിച്ച് പലതവണ ബിഗ് ബോസിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്ന മത്സരാർത്ഥി. കഴിഞ്ഞ ദിവസം മത്സരാർത്ഥികൾ ആരും കാണാതെ തനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് രേണു ആവശ്യപ്പെട്ടിരുന്നു. എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം, ബിഗ് ബോസ് ആ പ്രധാന വാതിൽ തുറന്നു തരുമോ എന്നായിരുന്നു രേണു സുധി ക്യാമറ നോക്കി പറഞ്ഞത്. ഇതിനൊടുവിൽ കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ബിഗ് ബോസ് അവരെ ഹൗസിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് തനിക്ക് ബിഗ് ബോസിൽ തുടരാൻ സാധിക്കാതിരുന്നതെന്ന് വ്യക്തമാക്കുകയാണ് രേണു. സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ താൻ ട്രോമയിലായിരുന്നുവെന്നും അതിൽ നിന്ന് പുറത്തു കടക്കാൻ തന്നെ സഹായിച്ചത് കുടുംബവും യാത്രകളുമൊക്കെയാണെന്നുമാണ് രേണു പറയുന്നത്. എന്നാൽ ബിഗ് ബോസിൽ എത്തിയപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്കായി. താൻ ബിഗ് ബോസ് തുടർച്ചയായി കാണുന്ന ആളല്ലെന്നും വീട്ടിലെത്തിയപ്പോഴാണ് അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കുന്നതെന്നും രേണു പറഞ്ഞു. തൻ്റെ മുടിയെക്കുറിച്ചൊക്കെ ആരോപണങ്ങൾ വന്നപ്പോൾ താൻ പൂർണ്ണമായും തളർന്നു. തനിക്ക് ഫിസിക്കൽ ടാസ്കിലൊന്നും ആക്റ്റീവാകാൻ പറ്റാത്തത് ആരോഗ്യപ്രശ്നം ഉള്ളതുകൊണ്ടായിരുന്നുവെന്നും രേണു പറഞ്ഞു. തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് താൻ പ്രതികരിക്കാറുള്ളതെന്നും എന്നാൽ തന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ തലയിടാത്ത വ്യക്തിയാണ് താനെന്നും രേണു പറഞ്ഞു. ക്വിറ്റ് ചെയ്തതിൽ യാതൊരു കുറ്റബോധവുമില്ലെന്നും രേണു പറഞ്ഞു. അനീഷാണ് ഏറ്റവും നല്ല മത്സരാർത്ഥി എന്നാണ് രേണു പറയുന്നത്. നിലപാടുള്ള ഒരു വ്യക്തിയാണ്, ആര് പറഞ്ഞാലും അതിൽ വീഴില്ലെന്നും ആരുടെ കൂടെയുമല്ല നിൽക്കുന്നതെന്നാണ് രേണു പറയുന്നത്. ഹൗസിൽ മണ്ടത്തരം കാണിച്ച പ്ലെയർ അപ്പാനി ശരത്തായിരുന്നു. മുടിയുടെ പ്രശ്നം വന്നപ്പോഴാണ് എങ്ങനെയും ഇവിടെ നിന്ന് ചാടിപ്പോയാൽ മതി, നാണം കെട്ട് നാറിയല്ലോ എന്ന തോന്നൽ വന്നത്. ഹൗസിൽ നിന്നും എങ്ങനെയും ഇറങ്ങിപ്പോയാൽ മതിയെന്ന് തോന്നിയെന്നും രേണു സുധി പറഞ്ഞു.